അഡ്വാൻറ്റേജസ് അതും ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞതിലൊക്കെ പെട്ടതാണ്. ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ ക്വിക്ക് റീകോൾ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ് റോട്ട് ലേണിംഗ് വഴി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ഫോർ ലേണിംഗ്, ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികളിൽ ഇപ്പോൾ നമ്പേഴ്സ്, ആൽഫബറ്റ്സ്, മലയാള അക്ഷരങ്ങൾ, അങ്ങനത്തെ ഏറ്റവും ചെറിയ കുട്ടികളിൽ നമുക്ക് നോളേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണത്. ദെൻ സ്ട്രക്ചറൽ ലേണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചേർഡായിട്ട് ഓരോന്ന് നമുക്കൊരു സ്ട്രക്ചേർഡായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ സിംപ്ലിസിറ്റി, എന്താ വലിയ എഫേർട്ടൊന്നും വേണ്ട, ബുക്ക് വായിക്കുന്നു, അതങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, പഠിക്കുന്നു. ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. അല്ലാതെ അത് വായിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ കോംപ്രിഹെൻഡ് ചെയ്തിട്ടൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഒരു കാര്യം പഠിക്കാൻ പറ്റിയത് റോട്ട് ലേണിങ്ങിലൂടെയാണ്. ഓക്കെ, ഇതെന്നെ വീണ്ടും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്താണ് ക്വിക്ക് റീകോൾ, അതേപോലെ തന്നെ എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് സിമ്പിൾ, പിന്നെ സ്ട്രക്ചേർഡ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്. ഓക്കെ.